ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ ടു ദി റിലേഷണൽ മോഡലാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ എൻറ്റിറ്റി മോഡലിൻ്റെ കംപ്ലീറ്റ് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് ഇത് എൻറ്റിറ്റി മോഡലിന് മുന്നേ ഉള്ള ഒരു ടോപ്പിക്കാണ് റിലേഷണൽ മോഡൽ. റിലേഷണൽ മോഡൽ എന്ന് പറയുന്നത് നമ്മളുടെ ഡേറ്റാബേസിൽ ടേബിൾസ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതാണ് റിലേഷണൽ മോഡൽ. ആൻഡ് ഇതിൽ ടേബിൾസിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ടേബിൾസ് ആയിരിക്കാം. ആൻഡ് ഓരോ ടേബിൾസിനും ഒരു യുണീക്ക് നെയിം കാണും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് ടേബിൾ എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, സ്റ്റുഡൻറ്റിൻ്റെ പേര്, ഏജ്, അഡ്രസ്സ് ഇതൊക്കെ കാണും. അപ്പോൾ സ്റ്റുഡൻറ്റ് ടേബിൾ ആണെങ്കിൽ സ്റ്റുഡൻറ്റ് ഇതൊക്കെ കാണും. ആൻഡ് അതിൽ വരുന്ന റോൾ നമ്പർ, പിന്നെ പേര്, ഇതൊക്കെ ഓരോ കോളമാണ്. കോളത്തിനെ നമ്മൾ ആട്രിബ്യൂട്ട് എന്നും പറയും. പിന്നെ നമ്മൾ റോ ആണെങ്കിൽ ആ റോസിനെ നമ്മൾ ടപ്പിൾ എന്നും പറയും. പിന്നെ ടേബിളിനെ പറയുന്ന പേരാണ് റിലേഷൻ. ഇപ്പോൾ ഈ ഒരു ടേബിൾ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഞാൻ സ്റ്റുഡൻറ്റിൻ്റെ ടേബിളാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതിൽ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ ഉണ്ട്, ഇതിൽ പേരുണ്ട്, ഇതിൽ ഫോൺ നമ്പർ ഉണ്ട്. അപ്പോൾ ഇതിലുള്ള ഈ റോൾ നമ്പർ ഇതൊരു കോളമാണ്, പിന്നെ നെയിം ഒരു കോളമാണ്, പിന്നെ PH ഇതൊരു കോളമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് ആട്രിബ്യൂട്ടാണ്. കോളത്തിൻ്റെ വേറൊരു പേരാണ് ആട്രിബ്യൂട്ട്. ഇനി വരുന്നതാണ് റോസ് ആൻഡ് ടപ്പിൾസ്. റോ എന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ റോൾ നമ്പർ 1, നെയിം ABC, പിന്നെ ഫോൺ നമ്പർ എന്തെങ്കിലും ഒരു 1 2 3 4 5, ഇത് ഫോൺ നമ്പർ. അപ്പോൾ ഇതിലുള്ള ഓരോ റോസും, ഇപ്പോൾ ഞാൻ വെച്ചതിൽ 1 ABC, ഒരു ഫോൺ നമ്പർ, ഇതും ഒരു റോ ആണ്. ഇപ്പോൾ ഞാൻ വേറെ റെക്കോർഡ്സ് എന്തെങ്കിലും വെക്കുവാണെങ്കിൽ 2 CDE 5 6 7, ഇതൊരു റെക്കോർഡാണ്. അപ്പോൾ ഓരോ റോസിലും ഉള്ള വാല്യൂസിനെയാണ് നമ്മൾ ടപ്പിൾസ് എന്ന് പറയുന്നത്. റോസിനെ നമ്മൾ ടപ്പിൾസ് എന്ന് പറയും, കോളത്തിനെ നമ്മൾ ആട്രിബ്യൂട്ട് എന്നാണ് പറയുന്നത്. ഇനി വരുന്ന ഒരു കോൺസെപ്റ്റാണ് ഡൊമൈൻ. ഇപ്പോൾ റോൾ നമ്പറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ക്ലാസ്സിൽ 30 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ റോൾ നമ്പർ 1 to 30 ആയിരിക്കും. 30ക്ക് കൂടുതലായിട്ട് പോകത്തില്ല. അപ്പോൾ അവിടെ റോൾ നമ്പറിൽ അലോ ചെയ്യുന്ന സെറ്റ് ഓഫ് വാല്യൂസാണ് 1 to 30. അപ്പോൾ അതായിരിക്കും റോൾ നമ്പറിൻ്റെ ഡൊമൈൻ. ഇപ്പോൾ ഒരു കോളത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിനെയാണ്, സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. ഫോർ ഈച്ച് ആട്രിബ്യൂട്ട് ഓഫ് എ റിലേഷൻ, ഓരോ ടേബിളിലുള്ള ഓരോ ആട്രിബ്യൂട്ട്സിനും സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് കാണും. ഇപ്പോൾ നമുക്ക് പേരിൻ്റെ കോളത്തിൽ പോയിട്ട് 1 2 3 എന്നൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് പേര്, ഒരു നെയിം എന്ന് പറയുന്നത് ക്യാരക്ടർ സ്ട്രിങ്സ് ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് നമ്പേഴ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഫോൺ നമ്പറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫോൺ നമ്പറിൽ ക്യാരക്ടേഴ്സ് വരത്തില്ല, ഓൺലി നമ്പേഴ്സ് മാത്രമാണ് വരുന്നത്. അങ്ങനെ കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഓരോ കോളത്തിനും അലോ ചെയ്യുന്ന പെർമിറ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് വാല്യൂസിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ലൈക്ക് ബേസിക്സ്, ആട്രിബ്യൂട്ട്സ്, ടപ്പിൾസ് ആൻഡ് ഡൊമൈൻ. ഇനിയുള്ളതാണ് ഡേറ്റാബേസ് സ്കീമ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ദ ലോജിക്കൽ ഡിസൈൻ ഓഫ് ദ ഡേറ്റാബേസിൻ്റെ ഡിസൈനിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. ആൻഡ് ഒരു ഡേറ്റാബേസിൽ ഒരു ഇൻസ്റ്റൻസ് ഓഫ് ടൈമിലുള്ള ഒരു ഡേറ്റയെയാണ് നമ്മൾ ഡേറ്റാബേസ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡേറ്റാബേസ് ഇൻസ്റ്റൻസ് വിച്ച് ഈസ് എ സ്നാപ്ഷോട്ട് ഓഫ് ദി ഡേറ്റ ഇൻ ദ ഡേറ്റാബേസ് അറ്റ് എ ഗിവൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. In general, a relational schema consists of a list of attributes and their corresponding domains. ഇപ്പോൾ ജനറലി ഒരു സ്കീമ എടുക്കുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ പേര്, ആ ഒരു റിലേഷൻ്റെ പേര് കാണും. പിന്നെ പേരിൻ്റെ അകത്ത് അതിനുള്ള ആട്രിബ്യൂട്ട്സിൻ്റെ നെയിം കാണും. വിത്ത് ഇറ്റ്സ് മേ ബി ചിലപ്പോൾ അതിൻ്റെ ഡൊമൈൻ വാല്യൂസും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മളുടെ റിലേഷൻ്റെ പേര് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. ഓഫ് ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മളുടെ ആട്രിബ്യൂട്ട്സ് ഒക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൽ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൻ്റെ ഒരു സ്കീമ. ഡിപ്പാർട്ട്മെൻറ്റ് ബ്രാക്കറ്റിൻ്റെ അകത്ത്, ഈ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മളുടെ ആട്രിബ്യൂട്ട്സ് ഒക്കെ കൊടുക്കാം. ഇനിയുള്ളതാണ് കീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു റോനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റ് ഓഫ് 1 or more ആട്രിബ്യൂട്ട്സ് ആണ് കീസ് എന്ന് പറയുന്നത്. ഈ കീസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സൂപ്പർ കീ, ഫോറിൻ കീ, പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ, ഇങ്ങനെ ഡിഫറെൻറ്റ് കീസ് ഉണ്ട്. 1 by 1 നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് സൂപ്പർ കീ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 1 or more attributes that taken collectively allow us to identify uniquely a tuple in the relation. സൂപ്പർ കീ എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ട് ആവാം, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് 1 or more attributes ആവാം. അത് വെച്ചിട്ട് ആ റിലേഷനിലുള്ള ഒരു റോനെ നമുക്ക് യുണീക്വലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് സൂപ്പർ കീ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു ടേബിൾ ഉണ്ട്. A, B and C, ഇതാണ് കോളത്തിൻ്റെ പേര്. ഇതിൽ എയിൽ എനിക്ക് 1 2 and 3 ആണുള്ളത്. ബി എടുക്കുവാണെങ്കിൽ
4 5 4 ഉണ്ട്, പിന്നെ 4 7 6 ഉണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ടേബിളിൽ എനിക്ക് വാല്യൂസൊക്കെ ഉള്ളത്. ഇനി ഇതിലുള്ള സൂപ്പർ കീസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ് കോളം എടുക്കുവാണെങ്കിൽ എ എടുക്കുവാണെങ്കിൽ എ കോളത്തിലുള്ള വാല്യൂസ് എല്ലാം യുണീക്കാണ്. കോളം എയിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഈ 3 നമ്പറും യുണീക്കാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ടേബിളിലുള്ള റോസിനെ എ മാത്രം വെച്ചിട്ട് യുണീക്ക് വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് സൂപ്പർ കീയിൽ ഒന്നാണ്. ഇനി അടുത്തെടുക്കുകയാണെങ്കിൽ ബി മാത്രം വെച്ചിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ബിയിൽ 4 2 ടൈം റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് റോയിൽ 4 ഉണ്ട്, തേർഡ് റോയിൽ 4 ഉണ്ട്. സോ എനിക്ക് ബി എടുക്കാൻ പറ്റത്തില്ല, ബി ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇനി സി നോക്കുവാണെങ്കിൽ സിയിലുള്ള വാല്യൂസ് എല്ലാം യുണീക്കാണ്. അപ്പോൾ എനിക്ക് സി യൂസ് ചെയ്യാം. അപ്പോൾ സി സൂപ്പർ കീയിൽ വരും. ആൻഡ് ഇപ്പോൾ എനിക്ക് എയും ബിയും കമ്പൈൻ ചെയ്തിട്ട് ഒരിതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ബിക്കോസ് 1 4 2 5 3 4 ഇത് എല്ലാ കോമ്പിനേഷൻസും യുണീക്കാണ്. അപ്പോൾ എ ബി 2 കമ്പൈൻ ചെയ്തിട്ട് എനിക്ക് ഒരു കീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഒരു റോനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി എ ആൻഡ് സി എടുക്കുവാണെങ്കിൽ 1 4 2 7 3 6 അതും യുണീക്കാണ്. അപ്പോൾ എ സി വെച്ചിട്ട് എനിക്ക് യുണീക്ക് വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ആണ് ബി സി. ബി സി ആണെങ്കിൽ 4 4 5 7 4 6 ഇങ്ങനെ കോമ്പിനേഷൻസാണ് വരുന്നത്. അതും എല്ലാം യുണീക്കാണ്. അപ്പോൾ ബി സി വെച്ചിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തുള്ളത് എ ബി സി. ഇത് മൂന്നും കമ്പൈൻ ചെയ്തിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എ ബി സി. അപ്പോൾ എത്ര കോമ്പിനേഷൻസാണ് എനിക്ക് വരുന്നത്? എനിക്ക് എ മാത്രം ഉണ്ടെങ്കിലും ഇതിലുള്ള റോ യൂണീക്ക് വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സി മാത്രം ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. ബി സി കമ്പൈൻ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. എ ബി കമ്പൈൻ ചെയ്യാം, എ സി കമ്പൈൻ ചെയ്യാം, ആൻഡ് എ ബി സി 3 കമ്പൈൻ ചെയ്തിട്ട് ഒരു റോ എനിക്ക് യൂണീക്ക് വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടേബിൾ, ഞാൻ ഇപ്പോൾ വരച്ച ടേബിളിന് പെർമിറ്റ് ആയിട്ടുള്ള സൂപ്പർ കീസാണ് എ സി, എ ബി, എ സി, ബി സി, എ ബി സി. ഇതൊക്കെ ഈ ഒരു ടേബിളിൻ്റെ സൂപ്പർ കീസാണ്. സൂപ്പർ കീ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 1 or more attributes that uniquely identify a row in a table. ഇനി വരുന്നതാണ് കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീ ഇസ് ദ മിനിമൽ സെറ്റ് ഓഫ് സൂപ്പർ കീ. അപ്പോൾ ഈ ഒരു ടേബിളിൽ നമ്മൾ സൂപ്പർ കീസൊക്കെ കണ്ടുപിടിച്ചു. ഇനി ഇതിൽ നിന്ന് എങ്ങനെ കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കണമെന്ന് പറയാം. ഇതിൽ നമ്മൾ കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സൂപ്പർ കീസ് 1 2 3 4 5 6 സൂപ്പർ കീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സൂപ്പർ കീ ആയിട്ട് എടുത്ത് നോക്കണം. ആദ്യം നമ്മൾ എ ബി സി എടുത്ത് നോക്കാം. എ ബി സി ഇത് ഒരു സൂപ്പർ കീ ആണ്. ഇനി ഇതിനെ നമ്മൾ കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുക്കണമെങ്കിൽ അതിനൊരു കണ്ടീഷനുണ്ട്. ഈ എ ബി സിൻ്റെ സബ്സെറ്റ് ഒന്നും സൂപ്പർ കീയിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഈ എ ബി സിനെ നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ സബ്സെറ്റ് ഈ സൂപ്പർ കീയിൽ ഇല്ല എങ്കിൽ നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് ഈ എ ബി സിനെ എടുക്കാം. ഇപ്പോൾ എ ബി സി നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സബ്സെറ്റായിട്ട് എ വരാം, ബി വരാം, സി വരാം, പിന്നെ എന്തൊക്കെ എ ബി വരാം, എ സി വരാം, ബി സി വരാം, എ ബി സി അല്ല, ഇതൊക്കെ നമുക്ക് സബ്സെറ്റായിട്ട് വരാം. എ ബി സി, എ ബി, എ സി, ബി സി ഇതൊക്കെ. ഇനി എ നോക്കുവാണെങ്കിൽ ഈ ഒരു സൂപ്പർ കീയിലുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഒരു സബ്സെറ്റെങ്കിലും സൂപ്പർ കീയിലുണ്ടെങ്കിൽ ആ ഒരു കീനെ നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എ ഓൾറെഡി ഉണ്ട്. സോ നമുക്ക് എ ബി സിനെ കാൻഡിഡേറ്റ് കീ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്ത് എ എടുത്ത് നോക്കാം. എ യുണീക്കാണ്. എനെ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാൻ ഒന്നുമില്ല. അപ്പോൾ എനെ നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് കൺസിഡർ ചെയ്യാം. എ കാൻഡിഡേറ്റ് കീ ആണ്. പിന്നെ അതേപോലെ സിക്ക് വേറെ സബ്സെറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ സീനെ നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുക്കാം. ഇനിയുള്ളതാണ് എ ബി. എ ബി എടുക്കുകയാണെങ്കിൽ എ ബിയുടെ സബ്സെറ്റായിട്ട് എ വരാം, ബി വരാം. എ ഓൾറെഡി സൂപ്പർ കീയിലുണ്ട്. അപ്പോൾ എ ബിനെ നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇനി ബി സി ഉണ്ട്. ബി സിനെ നമുക്ക് സബ്സെറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ബി വരും, സി വരും. ഇതിൽ സി ഓൾറെഡി ഈ സൂപ്പർ കീയിലുണ്ട്. സോ നമുക്ക് ബി സിയും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഒരു സൂപ്പർ കീനെ കാൻഡിഡേറ്റ് കീ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ സൂപ്പർ കീയുടെ സബ്സെറ്റ് നോക്കണം. ആ സൂപ്പർ കീയുടെ സബ്സെറ്റ്സ് നമ്മളുടെ സൂപ്പർ കീ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതിൽ സബ്സെറ്റായിട്ട് ഇല്ല എങ്കിൽ നമുക്കതിനെ കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതാണ് സൂപ്പർ കീ ആൻഡ് കാൻഡിഡേറ്റ് കീ. ഇനിയുള്ളതാണ് പ്രൈമറി കീ. പ്രൈമറി കീ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കാൻഡിഡേറ്റ് കീ ആണ്. ദ ടേം പ്രൈമറി കീ denote a candidate key that is chosen by the database designer as a principal means of identifying tuples within a relation. പ്രൈമറി കീ നമ്മളായിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. കാൻഡിഡേറ്റ് കീസിലുള്ള ഒരു കീനെ എടുത്ത് നമുക്ക് പ്രൈമറി കീ ആയിട്ട് സെറ്റാക്കി വയ്ക്കാം. ഇനിയുള്ളത് ഫോറിൻ കീ.
ഫോറിൻ കീ മീനിങ് ഇപ്പോൾ എനിക്ക് ഒരു ടേബിളുണ്ട്, ഇതിൽ റോൾ നമ്പർ പിന്നെ ഫോൺ നമ്പർ നെയിം ഇതൊക്കെയാണ് ഉള്ളത്. വേറെ ടേബിളുണ്ട്, അതിൽ എനിക്ക് ഒരു ഐ ഡി ഉണ്ട്, ഫോർ എക്സാമ്പിൾ കോളേജ് ഐ ഡി ഉണ്ട്, പിന്നെ നെയിമുണ്ട്, റോൾ നമ്പറുണ്ട്, ഇതൊക്കെയാണ് ഉള്ളത്. ഈ ഫസ്റ്റ് ടേബിളിൻ്റെ പ്രൈമറി കീ എന്ന് പറയുന്നത് ഈ റോൾ നമ്പറാണ് ഫസ്റ്റ് ടേബിളിൻ്റെ പ്രൈമറി കീ. ഇനി സെക്കൻഡ് ടേബിളിൻ്റെ പ്രൈമറി കീ ആണെങ്കിൽ ഈ ഐ ഡി ആണ്, CID ഇല്ലേ, അതാണ് സെക്കൻഡ് ടേബിളിൻ്റെ പ്രൈമറി കീ. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേബിളിലുള്ള ഈ റോൾ നമ്പർ സെക്കൻഡ് ടേബിളിൽ പ്രൈമറി കീ അല്ല. ഈ റോൾ നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേബിളിൻ്റെ പ്രൈമറി കീ ആണ്, ബട്ട് സെക്കൻഡ് ടേബിളിൽ അത് പ്രൈമറി കീ അല്ല. ഈ പ്രൈമറി കീ ഉള്ള ടേബിൾ, ഈ ഫസ്റ്റ് ടേബിളിൽ നിന്ന് പോകുന്ന ഒരു റെഫറൻസ് ആണ് സെക്കൻഡ് ടേബിളിൽ നമ്മൾ കൊടുക്കുന്നത്. സെക്കൻഡ് ടേബിളിൻ്റെ പ്രൈമറി ഐ ഡി വേറുണ്ട്, പ്രൈമറി ആട്രിബ്യൂട്ടായിട്ട് CID ഉണ്ട്. ഈ റോൾ നമ്പർ എന്ന് പറയുന്നത് സെക്കൻഡ് ടേബിളിൽ പ്രൈമറി ഒന്നുമില്ല, ജസ്റ്റ് റെഫറൻസ്. ഇതാണ് ഫോറിൻ കീ. ഒരു ടേബിളിൻ്റെ പ്രൈമറി കീ വേറെ ടേബിളിൻ്റെ ആട്രിബ്യൂട്ട് ആണെങ്കിൽ അതിനെ നമ്മൾ ഫോറിൻ കീ ആയിട്ട് കൺസിഡർ ചെയ്യും. A relation R1 may include among its attributes the primary key of another relation R2. This attribute is called a foreign key from R1 referencing R2. ഇതാണ് keys. ഇനി why do we require a key? കീ എന്തിനാണ് നമുക്ക് DBMSൽ ആവശ്യം വരുന്നത്? കീ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റ ഓർഗനൈസ്ഡ് ആയിരിക്കാനും ആക്യുറസിക്കും പിന്നെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനുമാണ് നമ്മൾ ഈ കീസൊക്കെ യൂസ് ചെയ്യുന്നത്. ആൻഡ് കീസ് വെച്ചിട്ട് നമുക്കൊരു ടേബിളിലുള്ള റോസിനെ യുണീക്വലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഡ്യൂപ്ലിക്കേഷൻസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് കീസ്. പിന്നെ കീസ് ഫോറിൻ കീ വെച്ചൊക്കെ ആണെങ്കിൽ ഡിഫറെൻറ്റ് ടേബിളിലുള്ള റിലേഷൻസൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ലൈക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഒരു ടേബിൾ വെച്ചിട്ട് നമുക്ക് വേറെ ഒരു ടേബിളിനെയൊക്കെ റെഫർ ചെയ്യാൻ പറ്റും. ആൻഡ് കീസ് ഇല്ലെങ്കിൽ നമുക്ക് ഡേറ്റ റിട്രീവ് ചെയ്തെടുക്കാനോ അപ്ഡേറ്റ് ചെയ്യാനോ ഒക്കെ ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും. ആൻഡ് ഡേറ്റ ഇൻകൺസിസ്റ്റൻറ്റ്, അൺറിലയബിൾ, ഇങ്ങനെ കുറേ ഇഷ്യൂസ് വരാനും ചാൻസ് ഉണ്ട്. സോ ദീസ് ആർ ദ റീസൺസ് വി റിക്വയർ കീസ് ഇൻ എ DBMS. ഇതിൽ സെയിം ആണ്, ഇതിൽ എക്സാമ്പിൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്റ്റുഡൻറ്റ് നമ്പർ ഉണ്ട്, സ്റ്റുഡൻറ്റ് ടേബിളുണ്ട്. ഈ ടേബിളിൽ സ്റ്റുഡൻറ്റ് നമ്പർ, നെയിം, അഡ്രസ്സ് ആൻഡ് ഫോൺ നമ്പർ ആണ് ഉള്ളത്. ഈ PPT ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എക്സാമ്പിൾസൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. ഞാൻ ABC ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞത്, ബട്ട് ഇതിൽ നെയിം, അഡ്രസ്സ് അങ്ങനത്തെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാണ് ഡയഗ്രാം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ ആൻഡ് സൂപ്പർ കീ. ആദ്യം സൂപ്പർ കീ, ഫ്രം super key we are finding the candidate key, and from candidate key we are selecting a primary key for our relation. അടുത്ത വീഡിയോയിൽ റിലേഷണൽ ക്വയറി ലാംഗ്വേജസ്, റിലേഷണൽ ആൾജിബ്ര, അതിൻ്റെ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ഇതൊക്കെ നോക്കാം. താങ്ക് യു.